ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന SCERT ചാപ്റ്റർ ഏതാണ്? ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററാണ്. 6ാം ക്ലാസ്സിലെ സോഷ്യലിലെ 8ാമത്തെ ചാപ്റ്ററാണിത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് എന്താണ് ദക്ഷിണേന്ത്യ എന്ന് നോക്കാം. എന്താണ് ദക്ഷിണേന്ത്യ? ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്നതാണ് ദക്ഷിണേന്ത്യ. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, അതുകൂടാതെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മഹാശിലായുഗത്തിലേക്ക് പോകാം. നമ്മൾ 5ാം ക്ലാസ് കഴിഞ്ഞു 6ാം ക്ലാസ്സിലേക്ക് എത്തിയപ്പോഴും അതിൻ്റെ ബാക്കിയാണ് പഠിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 5 മുതലുള്ള ബുക്കുകൾ കണ്ടിന്യൂസ് ആയി പോയാൽ മാത്രമേ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമുക്കത് തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ ഇടയിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റേഴ്സ് നിന്ന് മാത്രം എടുത്ത് പറഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ആ ഏതാണ് ക്ലാസ് ആദ്യത്തെ മാത്രം മനസ്സിലാവുള്ളൂ. പക്ഷെ അതിൽ മുന്നത്തെ ക്ലാസ്സുകളിലും ഇതിനെക്കുറിച്ചിട്ട് ചെറിയ ചെറിയ നോട്ട്സ് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയി എല്ലാ SCERT ക്ലാസ്സസുകളും അല്ലെങ്കിൽ SCERT ചാപ്റ്റേഴ്സും നോക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് മഹാശിലായുഗത്തിലേക്ക് പോകാം. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്ന് അറിയപ്പെടുന്നു. മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. കേരളത്തിലെ മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ കേന്ദ്രങ്ങളാണ്, മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. അപ്പോൾ കേരളത്തിലെ മഹാശിലായുഗ കേന്ദ്രം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മറയൂരും അതുപോലെ ചേരമനങ്ങാടും കുപ്പക്കൊല്ലി, മങ്ങാട് എന്നിവയൊക്കെയാണ്. ഏതൊക്കെയാണ്? മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് എന്നിവയാണ്. തമിഴ്നാട്ടിലെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ആദിച്ചനല്ലൂരാണ്. കർണാടകത്തിലെ ബ്രഹ്മഗിരിയും ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട എന്നിവയിടങ്ങളുമാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ കേരളത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് നോക്കുമ്പോഴും അതിൽ കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റീസും ഒപ്പം ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റിന് തുല്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അത് അങ്ങനെ നോക്കുകയെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ പറഞ്ഞല്ലേ മഹാശിലാ സ്മാരകങ്ങളാണ് മറയൂരും ചേരമനങ്ങാടും കുപ്പക്കൊല്ലിയും മങ്ങാടും ഒക്കെ എന്ന് പറഞ്ഞു. ഇനി തമിഴ്നാട്ടിലെ പറയുകയെന്ന് പറഞ്ഞാൽ ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ആദിച്ചനല്ലൂരാണെന്ന് പറഞ്ഞു. കർണാടകത്തിലെ ബ്രഹ്മഗിരിയാണെന്ന് പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ടയാണെന്ന് പറഞ്ഞു അല്ലേ. ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ എന്നിവയൊക്കെയാണ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ ഈ ശവസംസ്കാര അവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിട്ടുണ്ടായിരുന്ന എന്താണ്? അവരുടെ ആഭരണങ്ങൾ, അവരുടെ ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ശരീരങ്ങൾക്കൊപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അടക്കം ചെയ്തിട്ടും ഉണ്ട്. ഇനി ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ചിത്രം അവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാൾ, അരിവാൾ, കുന്തമുന, മുക്കാലിപ്പീഠം, വിളക്കുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പിൻ്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭക്ഷണശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സ്മാരകം. ചിത്രത്തിൽ കാണുന്നതൊക്കെ തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഇരുമ്പായുധങ്ങളും ഉപകരണങ്ങളുമാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ മഹാശിലാ സ്മാരകത്തിൻ്റെ കേന്ദ്രമാണ് എന്തെന്ന് പറയുന്നത്?
ആദിച്ചനെല്ലൂർ എന്ന് പറയുന്നത്. അടുത്തത് ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം. അവിടെ ഒരു ഭൂപടം നമുക്ക് നേരത്തെ തന്നെ തന്നിട്ടുണ്ട് അല്ലേ. അതിൽ വാഞ്ചി, ഉറയർ, ചോളർ, പാണ്ഡ്യർ, മധുരൈ എന്നിങ്ങനെ അവരുടെയൊക്കെ തലസ്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളിലായിട്ടാണ്? കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഭാഗങ്ങളിലായിട്ടാണ് ഇത് പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ മുതലായവ. ഏതൊക്കെയാണ്? പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ എന്നിവയൊക്കെയാണ് പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന ചില സ്രോതസ്സുകൾ അല്ലെങ്കിൽ ചരിത്ര സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരം ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളിലൂടെയാണ്. അങ്ങനെ പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘസാഹിത്യ കൃതികളിൽ നിന്നാണ് എന്ത് ലഭിക്കുന്നത്? ഈ പ്രാചീന തമിഴകത്തെക്കുറിച്ച് എന്ത് ലഭിക്കുന്നത്? വിവരങ്ങൾ ലഭിക്കുന്നത്. ഇനി എന്നാണ് സംഘം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നാണ് സംഘകൃതികൾ എന്ന് പറയുന്നത്? സംഘം കൃതികളെ പൊതുവിൽ അകംപാട്ടുകൾ എന്നും പുറംപാട്ടുകൾ എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകംപാട്ടുകൾ. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറംപാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം അകംപാട്ടുകൾ, പുറംപാട്ടുകൾ എന്നിങ്ങനെയാണ് സംഘകൃതികളുള്ളത്. അകംപാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിൽ എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും പരാമർശിക്കുന്നതാണ് അകംപാട്ടുകൾ. ഇനി സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികമായ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? പുറംപാട്ടുകളാണ്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. അപ്പം എന്താണ് സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ? മധുര കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയാണ് സംഘങ്ങൾ എന്ന് പറയുന്നത്. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘകാലം എന്നും വിശേഷിപ്പിക്കുന്നു. പുറംനാനൂറ് പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അവയിൽ ചില പ്രധാന കൃതികളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. സംഘസാഹിത്യകൃതികൾ: കുറുന്തൊകൈ, നറ്റിണൈ, പതിറ്റുപത്ത്, അകനാനൂറ് എന്നിവയൊക്കെയാണ് ആ സംഘ സാഹിത്യ കൃതികൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് 10th തന്നെ മെയിൻസിൽ വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യം വരാനുള്ള സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ചാപ്റ്റർ എടുക്കുന്നത്. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖലൈ എന്നിവയെല്ലാം. ഇനി തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുക്കുറൽ. തിരുവള്ളുവർ ആണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിൻ്റെ രചയിതാവ് ഇളങ്കോവടികളാണ്. മണിമേഖലൈ കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചിത്തലൈ ചാത്തനാറാണ് മണിമേഖല രചിച്ചത്. അപ്പോൾ തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവരാണ്. ചിലപ്പതികാരൻ ആരാണ്? ഇളങ്കോവടികളാണ്. അതിൽ കണ്ണകിയുടെയും കോവലൻ്റെയുമാണ് കഥ പറയുന്നത്. ഇനി മണിമേഖലയാണെങ്കിലോ അത് രചിച്ചത് ചിത്തലൈ ചാത്തനാറാണ്. അതിലാരുടെ കഥയാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ കോവലൻ്റെയും അതുപോലെ മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥയാണ് അതിൽ പറയുന്നത്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. സംഘം കൃതികൾ ഉൾപ്പെടെ പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ താഴെ കൊടുത്തിട്ടുണ്ട്. സാമൂഹിക ജീവിതം എങ്ങനെയാണ്, സാമ്പത്തിക ജീവിതം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. സാമൂഹിക ജീവിതം തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. എപ്പോൾ? സംഘകാലഘട്ടങ്ങളിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വവും നിലനിന്നിരുന്നു. ഇനി സാമ്പത്തിക ജീവിതം എങ്ങനെയായിരുന്നു? കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവ മറ്റ് ഉപജീവന മാർഗമായിരുന്നു. ഇനി വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിർത്തിയിരുന്നു. കുരുമുളകും മറ്റു സുഗന്ധവ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു.
അടുത്തതാണ് തിണകൾ. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തെ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു. സംഘം കൃതികളിൽ പരാമർശിക്കുന്നു. ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു. അതായത് ഓരോ തിണയിലുമുള്ള ജനങ്ങളുടെ ജീവിത രീതി, ഉപജീവനം, അതുപോലെ ഭൂമിശാസ്ത്രം എന്നിവയെല്ലാം എന്താണ് വ്യത്യസ്തമായിരുന്നു അല്ലേ. അപ്പോൾ ആദ്യത്തെ നമുക്ക് തിണകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയാണ് ആ 5 തിണകൾ. ഐന്തിണകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ഇത് ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ കുറിഞ്ചിയുടെ ഭൂമിശാസ്ത്ര സവിശേഷത എന്ന് പറയുന്നത് കാട്, മല എന്നീ പ്രദേശങ്ങളായിരുന്നു. ഭൂപ്രകൃതിയായിരുന്നു ഏതിലുണ്ടായിരുന്നത്? കുറിഞ്ചിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്തെ ഉപജീവന മാർഗം എന്തായിരിക്കുക? കാട്ടിലൊക്കെയാണ് പറഞ്ഞാൽ വനവിഭവ ശേഖരണവും വേട്ടയാടലുമായിരിക്കും അല്ലേ. അപ്പോൾ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്, മല എന്നോർക്കുക. മുല്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പുൽമേടുകളും കുറ്റിക്കാടുകളും ഒക്കെയാണ് മുല്ലൈ എന്ന് പറയുന്നത്. അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? പുൽമേടുകളാവുമ്പോൾ അവിടെ ഉണ്ടാവുക എന്താണ്? കന്നുകാലി മേയ്ക്കലായിരിക്കും അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇനി പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമാണ്. അവിടെ ഒന്നും കൃഷി ചെയ്യാനോ കൃഷിയില്ലാത്തത് കൊണ്ട് കന്നുകാലി മേയ്ക്കാനൊന്നും പറ്റില്ല അല്ലേ. അപ്പോൾ അവിടെ എന്തായിരിക്കുക? കൊള്ളയും കവർച്ചയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഇനി മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശമാണ്. അവിടെ ഉണ്ടായിരുന്നത് കൃഷിയാണ്. നെയ്തൽ തീരപ്രദേശമാണ്. മീൻപിടുത്തവും ഉപ്പുകുറുക്കലുമാണ്. അപ്പോൾ പ്രദേശങ്ങൾ കറക്റ്റായി ഓർത്തു വയ്ക്കുക. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ കാടും മലയും ഒക്കെയാണ്. മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടും കുറ്റിക്കാടുകളുമാണ്. പാലൈ എന്ന വരണ്ട പ്രദേശമാണ്. മരുതം വയൽ പ്രദേശമാണ്. നെയ്തൽ തീരപ്രദേശമാണ്. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റു തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണം അന്തിച്ചന്തയും നാളങ്ങാടി പകൽ ചന്തയുമായിരുന്നു. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ അവിടെ കൈമാറ്റം ചെയ്തിരുന്നു. ഇനി സംഘകാലഘട്ടത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് കൂടി നോക്കാം. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്തർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ചേര, ചോള, പാണ്ഡ്യന്മാരെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? മൂവേന്തർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ കോൻ കടുങ്കോ എന്ന് വിളിച്ചിരുന്നു. എങ്ങനെയാണ്? കോൻ കടുങ്കോ എന്ന് വിളിച്ചിരുന്നു. സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. അപ്പോൾ മഹോദയപുരത്തെ പെരുമാക്കന്മാർ അല്ലെ മഹോദയപുരത്തെ പെരുമാക്കൾ CE 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം അതായത് മങ്കോത്തൈ കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ എവിടെ കേന്ദ്രമാക്കിയിട്ടാണ്? മഹോദയപുരം, കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി മങ്കോത്തൈ കേന്ദ്രമാക്കിയിട്ട് പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാക്കൾ പിൽക്കാല ചേരർ എന്നറിയപ്പെട്ടു. അവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെ സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചു. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാർ എങ്ങനെ സ്ഥാനപ്പേര് സ്വീകരിച്ചു? പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചു. മഹോദയപുരം CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുക്കോദ, ഭാസ്കരരവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. ഇനി പെരുമാളുടെ ഭരണം എങ്ങനെയാണെന്ന് നോക്കാം. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്.
കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. അപ്പോൾ ഈ പെരുമാൾ ഭരണകാലത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? അത് പെരുമാളിനായിരുന്നു. ഇനി കരകളുടെ ഭരണം നിർവഹിച്ചത് ആരായിരുന്നു? പഞ്ചായത്തുകളായിരുന്നു കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞു പെരുമാൾ ഭരണകാലത്ത് രാജ്യങ്ങളെ എങ്ങനെ തരംതിരിച്ചിരുന്നു? നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു എന്ന് പറഞ്ഞു അല്ലേ. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളും നിർവഹിച്ചു. അതുപോലെ കരകളുടെ ഭരണം പഞ്ചായത്തുകളായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അവിടുത്തെ സാമ്പത്തിക പുരോഗതി എങ്ങനെയായിരുന്നു? ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായിരുന്ന സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും അതായത് നികുതിയും പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് കാരണമായി. പെരുമാളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന കച്ചവട സംഘങ്ങൾ ഏതൊക്കെയായിരുന്നു? 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? പെരുമാൾ ഭരണ സമയങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇനി അവരുടെ സാംസ്കാരിക ജീവിതങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനങ്ങളായി മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വരുന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. 12-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. അതോടെ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. ഇനി നാടുവാഴി സ്വരൂപങ്ങൾ. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ നമ്മൾ പറഞ്ഞൂലേ, അത് ശിഥിലമായതോടെ എന്ത് ചെയ്തു? അവയെല്ലാം സ്വതന്ത്രമായി എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെ സ്വതന്ത്രമായി നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെടുകയുണ്ടായി. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. ഏത് സമ്പ്രദായമാണ്? മരുമക്കത്തായ സമ്പ്രദായമാണ്. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്തുനാട്, കണ്ണൂരാണ് കോലത്തുനാട്, അതുപോലെ നെടിയുരുപ്പ്, കോഴിക്കോട് നെടിയുരുപ്പ്, കൊച്ചി പെരുമ്പടപ്പ്, വേണാട്, തൃപ്പാപ്പൂർ എന്നിവ. അപ്പോൾ നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണ്? കണ്ണൂരിലെ കോലത്തുനാട്, കോഴിക്കോടിലെ നെടിയുരുപ്പ്, അതുപോലെ കൊച്ചിയിലെ പെരുമ്പടപ്പ്, വേണാടിലെ തൃപ്പാപ്പൂർ എന്നിവയാണ്. നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഫലമായാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. അപ്പോൾ എന്താണ് ഈ മക്കത്തായം, മരുമക്കത്തായം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ഈ നാടുവാഴി സ്വരൂപങ്ങളൊക്കെ മരുമക്കത്തായമാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു അല്ലേ. പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതിയാണ് ഈ മക്കത്തായം, മരുമക്കത്തായം എന്ന് പറയുന്നത്. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മക്കത്തായം. എന്നാൽ ഈ പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? മരുമക്കത്തായം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നാടുവാഴി സ്വരൂപങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കണ്ണൂരുണ്ടായിരുന്ന ഏതാണ്? കോലത്തുനാട്. ആ മാപ്പിൽ കൃത്യമായി തന്നിട്ടുണ്ട്. കണ്ണൂർ ഏതാണ്ടായിരുന്നത്? കോലത്തുനാടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കോഴിക്കോടാണ് എന്തുണ്ടായിരുന്നത്? നെടിയുരുപ്പ് ഉണ്ടായിരുന്നത്. അതുപോലെ കൊച്ചിയിലായിട്ടാണ് എന്തുണ്ടായിരുന്നത്? പെരുമ്പടപ്പ് ഉണ്ടായിരുന്നത്. കൊച്ചിയിലെ പെരുമ്പടപ്പ് ഉണ്ടായിരുന്നു. വേണാടാണ് എന്തുണ്ടായിരുന്നത്? തൃപ്പാപ്പൂർ വേണാടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ മധ്യകാല കേരളത്തിലെ നാടുകൾ തന്നിട്ടുണ്ട് അവിടെ. കോലാത്തുനാട്, പുറക്കീഴനാട്, കുറുമ്പുറൈ നാട്, ഏറാളനാട്, വള്ളുവനാട്, രാമനാട്, നെടുങ്കാലൈ നാട്, നെടുമ്പുറൈ നാട്, കീഴിമലൈ നാട്, കാൽക്കരൈ നാട്,
വെമ്പലനാട്, നൻറ്റുഴൈ നാട്, മഞ്ഞുനാട്, വേണാട് എന്നിങ്ങനെ മധ്യകാല കേരളത്തിലെ നാടുകളുടെ ഒരു ചെറിയ ഒരു മാപ്പും നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. നമ്മുടെ പ്രധാന നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. കോലോത്ത് നാട് നമ്മൾ പറഞ്ഞു, കണ്ണൂർ കേന്ദ്രമാക്കിയിട്ടാണ് ഭരണം. ഭരണാധികാരി കോലോത്തിരി എന്നറിയപ്പെട്ടു. അപ്പോൾ കോലോത്ത് നാട് കോലോത്തിരി. ഇനി നെടിയിരുപ്പ് സ്വരൂപം അതെവിടെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്, കോഴിക്കോട് കേന്ദ്രമാണെന്ന് പറഞ്ഞു അല്ലേ. ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടു. അത് നമുക്കറിയാവുന്നതായിരിക്കും, നമ്മൾ പോർച്ചുഗീസൊക്കെ പഠിക്കുമ്പോൾ സാമൂതിരിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കോഴിക്കോട് സാമൂതിരിയാണ് ഭരണാധികാരി. മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. ഇനി പെരുമ്പടപ്പ് സ്വരൂപം, കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിലും ഈ പെരുമ്പടപ്പ് സ്വരൂപം അറിയപ്പെട്ടു. അടുത്തത് തൃപ്പാപ്പൂർ സ്വരൂപം, വേണാട്, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപം. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചു. അപ്പോൾ തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിച്ചത് ഏത് നാടുവാഴി സ്വരൂപമാണ് എന്ന് ചോദിച്ചാൽ അത് വേണാടാണ്. തൃപ്പാപ്പൂർ സ്വരൂപമാണ്, വേണാടാണ്. വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാൻ്റെയും ചില പരിഷ്കാരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തൃപ്പടിദാനം നടത്തി. അപ്പോൾ അനിഴം തിരുനാളിനെ കുറിച്ച് ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തൃപ്പടിദാനം നടത്തി. അടുത്തത് മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. വള്ളുവ നാട്ടിലെ ഭരണാധികാരികളായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. അപ്പോൾ 12 വർഷത്തിലൊരിക്കലാണ് എന്ത് നടക്കുന്നത്, മാമാങ്കം നടക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ആരുടെ കയ്യിലായിരുന്നു, വള്ളുവ നാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയുടെ കയ്യിലായിരുന്നു. പിന്നീട് ഇതിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം ആര് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്, സാമൂതിരി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശക്തൻ തമ്പുരാൻ, നമ്മൾ നേരത്തെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ പറഞ്ഞ പോലെ തന്നെ ശക്തൻ തമ്പുരാൻ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആരാണ് തുടക്കം കുറിച്ചത്, അത് ശക്തൻ തമ്പുരാനാണ് തുടക്കം കുറിച്ചത്. ഇനി എന്താണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്? 1950 ജനുവരി 3-ാം തീയതി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. ഡേറ്റ് ഓർത്തു വെക്കണം, 1750 ജനുവരി 3-ാം തീയതിയാണ്. 1750 ജനുവരി 3-ാം തീയതി ആര് നടത്തി? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നടത്തി. എന്ത് നടത്തി? തൃപ്പടിദാനം നടത്തി. അപ്പോൾ തൃപ്പടിദാനം 1750 ജനുവരി 3-ാം തീയതിയാണ്. 1750 ജനുവരി 3-ാം തീയതിയാണ്. തിരുവിതാംകൂറിൻ്റെ കുലദൈവമായിരുന്ന ശ്രീപത്മനാഭന് തൻ്റെ അധികാരത്തിൻ്റെ അടയാളമായ ഉടവാൾ അടിയറവ് വെച്ച് അദ്ദേഹം പത്മനാഭ ദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. അതിരുകവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത്, തൃപ്പടിദാനം എന്ന് പറയുന്നത്. പ്രാചീന തമിഴകത്തിൻ്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിൻ്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപം കൊണ്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ചാപ്റ്ററിൽ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ തുടക്കമായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് തിരുവിതാംകൂറിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്, തിരുവിതാംകൂറിലെ രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് പഠിക്കാണ്ട്. അപ്പോൾ തിരുവിതാംകൂർ വന്നത് ആരുടെ കീഴിലാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടേതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരാളാണ്
കൊച്ചി രാജ്യമാക്കി മാറ്റിയത് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയ ശക്തൻ തമ്പുരാൻ എന്നുള്ളത്. അതുപോലെ മാമാങ്കം ഇമ്പോർട്ടൻ്റ് ആണ്. വള്ളുവനാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നുമാണ് ആര് പിടിച്ചെടുത്തത്? സാമൂതിരി അതിൻ്റെ രക്ഷാപുരുഷ സ്ഥാനം പിടിച്ചെടുത്തത്. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കലാണ് എന്ത് നടക്കുന്നത്? മാമാങ്കം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ കുറേ സ്വരൂപങ്ങളെക്കുറിച്ച് പഠിച്ചു. കോലോത്തുനാട്ട് സ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, അതുപോലെ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെയൊക്കെ കേന്ദ്രം എവിടെയാണെന്നും കൂടി ആലോചിച്ച് വയ്ക്കുക. കോലോത്തുനാട് എന്ന് പറയുന്നത് കണ്ണൂർ കേന്ദ്രമാണ്. നെടിയിരുപ്പ് എന്ന് പറയുന്നത് കോഴിക്കോട് കേന്ദ്രമാണ്. പെരുമ്പടപ്പ് എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരാണ്, അല്ലെങ്കിൽ കൊച്ചി രാജവംശം എന്നറിയപ്പെടുന്നത് പെരുമ്പടപ്പ് സ്വരൂപമാണ്. തൃപ്പാപ്പൂർ എന്ന് പറയുന്നത് തെക്കേ അറ്റത്തുള്ളതാണ്. പിന്നീട് തൃപ്പാപ്പൂർ എന്തായി മാറി? തിരുവിതാംകൂറായിട്ട് മാറിയതാണ് എന്ന് പറഞ്ഞു. അതുപോലെ നാടുവാഴി സ്വരൂപങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മക്കത്തായത്തെക്കുറിച്ചും മരുമക്കത്തായത്തെക്കുറിച്ചും പറഞ്ഞു. പിന്നെ പെരുമാൾ ഭരണത്തെക്കുറിച്ചും മഹോദയപുരത്തെ പെരുമാക്കന്മാരെക്കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. അവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകളാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഈ പെരുമാൾ ഭരണം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ പെരുമാൾ നാടുകളെ തരംതിരിച്ച് രാജ്യത്തെ വിവിധ നാടുകളായി തരംതിരിച്ചു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിട്ടുണ്ടായിരുന്നു. നാടുകളുടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരായിരുന്നു പെരുമാൾ ഭരണത്തിൽ? അത് പെരുമാളിനായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞൂലേ. അതുപോലെ നാടുകളുടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? നാടുവാഴികളായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ദേശങ്ങളുടെ ഭരണം നടത്തിയിട്ടുള്ളത് ആരായിരുന്നു? ദേശവാഴികളായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കരകളുടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത് പഞ്ചായത്താണ് എന്നും നമ്മൾ പറഞ്ഞു. അതുപോലെ തിണകളെക്കുറിച്ച് പറഞ്ഞു. തിണകൾ ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയാണ്. കുറിഞ്ചി എന്ന് പറയുന്നത് കാട് മല പ്രദേശങ്ങളാണ്. അവിടെ വനവിഭവവും വേട്ടയാടലുമാണ് അവരുടെ തൊഴിൽ. മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടുകളും കുറ്റിക്കാടുകളുമാണ്. അവിടെ കന്നുകാലി മേയ്ക്കലാണ് അവരുടെ തൊഴിൽ. പാലൈ എന്ന് പറഞ്ഞാൽ വരണ്ട പ്രദേശമായതുകൊണ്ട് തന്നെ അവിടെ കൊള്ളയും കവർച്ചയുമാണ്. മരുതം എന്ന് പറഞ്ഞ വയൽ പ്രദേശമാണ്, അവിടെ കൃഷിയാണ്. നെയ്തൽ എന്ന് പറഞ്ഞാൽ തീര പ്രദേശമാണ്, മീൻപിടുത്തവും ഉപ്പുകുറുക്കലും ഒക്കെയാണ് അവിടുത്തെ ഉപജീവന മാർഗങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ സംഘസാഹിത്യത്തെയും സംഘകൃതികളെയും കുറിച്ച് പറഞ്ഞു. കുറുന്തകൈ, നെറ്റിണை, അകന്നാനൂറ്, പതിറ്റുപറ്റ് എന്നിവയൊക്കെയാണ് സംഘകൃതികൾ എന്ന് പറഞ്ഞു. നന്നങ്ങാടികളെക്കുറിച്ചും മഹാശിലായുഗത്തെക്കുറിച്ചിട്ടും കേരളത്തിലെ മഹാശിലായുഗത്തിൻ്റെ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് എന്നിവയാണ്. തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂരാണ്. കർണാടകയിലെ ബ്രഹ്മഗിരിയാണ്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ടയാണ്. ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. മെയിൻസ് എന്ന് വരുമ്പോൾ ഇവയെല്ലാം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രിലിംസ് വരുമ്പോൾ നമ്മൾ ഇതിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ലെങ്കിൽ കൂടി മെയിൻസ് എന്ന് വരുമ്പോൾ ചിലപ്പോൾ ഇവയ്ക്കൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ SCRTയിലെ 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കിയത്. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.